കോർപ്പറേഷനിലെ സംഘർഷത്തിൽ മേയർ വി രാജേഷ്, മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെ കേസ്. CPIMന്റെ പരാതിയിലാണ് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. മേയർ LDF കൗൺസിലർമാരെ അസഭ്യം പറഞ്ഞുവെന്നും മർദ്ദിച്ചുവെന്നും FIRൽ പറയുന്നു. ശിവൻകുട്ടിക്കും കടകംപള്ളിക്കുമെതിരെ പോലീസ് സ്വമേധയാണ് കേസെടുത്തത്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരിമോഹൻ, ഇന്നലെ നാടകീയമായ രംഗങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ രാഷ്ട്രീയ വിമർശനങ്ങളും രാഷ്ട്രീയ വിവാദവും കണ്ടു. ഇപ്പോഴിതാ നിയമ നടപടിയിലേക്ക് കൂടി കടക്കുന്നു. ഹരിമോഹൻ. റീജിത്ത്, റോഷ്നി, തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ ആസ്ഥാനം ഇന്നലെ യുദ്ധക്കളമായി മാറുകയായിരുന്നു. BJP കൗൺസിലർമാരും LDF കൗൺസിലർമാരും പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ടുള്ള കയ്യാങ്കളിയിലേക്ക്, പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി. അതിൽ നിരവധി പേർക്ക്, കൗൺസിലർമാർക്ക് തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതിലാണിപ്പോൾ പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് LDF കൗൺസിലറായിട്ടുള്ള സിന്ധുവിന്റെ പരാതിയിൽ മേയർ വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കമുള്ളവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് മേയർ അടക്കമുള്ളവർ തന്നെ പിടിച്ച് തള്ളി നിലത്തേക്കിടുകയായിരുന്നു. മാത്രമല്ല, ആ വീഴ്ചയിൽ തന്റെ തലയിൽ 4 തുന്നിക്കെട്ടലുകളുണ്ട്, തല പൊട്ടി എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് പരാതിയിൽ ഉണ്ടായിരുന്നത്. FIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസഭ്യം പറയുകയടക്കം മേയറുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് LDF കൗൺസിലറുടെ പരാതിയിൽ പറയുന്നത്. അതിന്മേലാണ് ഇപ്പോൾ ദേഹോപദ്രവം ഏൽപ്പിക്കലും ഭീഷണിപ്പെടുത്തലും അസഭ്യം പറയലും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് മേയർ വി രാജേഷിനും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനും അടക്കമുള്ള BJP കൗൺസിലർമാർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ അപ്പുറത്ത് LDF പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള SP ദീപക് അടക്കമുള്ള കൗൺസിലർമാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് BJP കൗൺസിലറുടെ പരാതിയിലാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആ FIRൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് SP ദീപക് നിലത്ത് ചവിട്ടി തള്ളിയിട്ടുകൊണ്ടാണ് തന്നെ നേരിട്ടത്, തന്നെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു ദീപക് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ശ്രുതി എന്ന് പറയുന്ന BJP കൗൺസിലറുടെ പരാതിയിൽ പറയുന്നത്. അതേസമയം തന്നെ മുൻമന്ത്രി വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള CPM നേതാക്കൾക്കെതിരെ കൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന അടക്കമുള്ള വകുപ്പുകളല്ല, മറിച്ച് അന്യായമായി സംഘം ചേർന്നുകൊണ്ട് അവിടെ പോലീസിന്റെ കൃത്യനിർവഹണം അടക്കം തടസ്സപ്പെടുത്തി എന്നുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ 4 കേസുകളാണ് ഇന്നലത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഇനിയിപ്പോൾ കൂടുതൽ കൗൺസിലർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളൊരു പരാതി കൂടി ഇന്നിപ്പോൾ ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കേസിന്റെ എണ്ണം കൂടാനോ അല്ലെങ്കിൽ പോലീസ് നടപടി കൂടാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്.